പേര് ഫൈഹ ഫാത്തിമ. നമ്മളെല്ലാവരും താമസിക്കുന്നത് വീടുകളിലാണല്ലോ, അല്ലേ? നമുക്ക് ചുറ്റുമുള്ള ജീവികൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? തൊഴുത്ത്. പശു, എരുമ, പോത്ത്, കാള എന്നിവയെല്ലാം താമസിക്കുന്നത് തൊഴുത്തിലാണ്. വളർത്തുമൃഗങ്ങളായതുകൊണ്ട് മനുഷ്യരാണ് വാസസ്ഥലം ഒരുക്കുന്നത്. ചിലന്തി നെയ്യുന്ന വല കണ്ടോ? ഇരയെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിലന്തികൾ മനോഹരമായ കൂടൊരുക്കുന്നത്. തേനീച്ചക്കൂടാണ് ഇത്. തേനീച്ചകൾ കൂട്ടം കൂട്ടമായാണ് ജീവിക്കുന്നത്. വളർത്തു തേനീച്ചക്ക് കൂടൊരുക്കുന്നത് ഇങ്ങനെയാണ്. വീഡിയോ എടുക്കാൻ അടുത്തു പോകുന്നത് സുരക്ഷിതമല്ല കേട്ടോ കൂട്ടുകാരെ. നിങ്ങളിപ്പോൾ കാണുന്നത് കടന്നൽക്കൂടാണ്. തേനീച്ചയുടെ രൂപസാദൃശ്യമുള്ള ജീവികളാണ് കടന്നൽ. കൂട്ടമായി ജീവിക്കുന്ന ഇവയുടെയും കൂടുകളും തേനീച്ചക്കൂട് പോലെ അറകളുള്ളതാണ്. ഇവിടെ കുത്തുകിട്ടാതെ സൂക്ഷിക്കണേ കൂട്ടുകാരെ. ചിതൽ. പുറ്റുകൾ ഉണ്ടാക്കിയും ഈർപ്പമുള്ള പ്രതലങ്ങളിൽ കൂടുകൂട്ടിയുമൊക്കെയാണ് ഇവ ജീവിക്കുന്നത്. മണ്ണുകൊണ്ടാണ് ഇവയുടെ കൂട് നിർമ്മിക്കുന്നത്. ജലാശയം. ഇതൊരു ജലാശയമാണ്. മീനുകളും നീർക്കോലികളും തവളകളും തുടങ്ങി ധാരാളം ജലജീവികളുടെ വാസസ്ഥലമാണ് ഇത്. കോഴിക്കൂട്. കോഴികളെ വളർത്താൻ ഉപയോഗിക്കുന്ന കൂട് ആണ് ഇത്. അവയെ പിടിക്കാൻ വരുന്ന ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഈ കൂട് സഹായിക്കുന്നു. ഉറുമ്പിൻ കൂട്. വളരെ ഐക്യത്തോടെ കഴിയുന്ന ഉറുമ്പുകളുടെ കൂടാണ് ഇത്. അച്ചടക്കത്തിലും പരസ്പര സഹകരണത്തിലും നമുക്ക് ഒരു മാതൃകയാണ് ഉറുമ്പുകൾ. പട്ടിക്കൂട്. നമ്മുടെ വീടിൻ്റെ കാവൽക്കാരനായ പട്ടിക്കുട്ടികളുടെ കൂടാണ് ഇത്. തുന്നാരൻ കുരുവിക്കൂട്. നാരുകൊണ്ട് നിർമ്മിക്കുന്നതാണ് തുന്നാരൻ കുരുവിയുടെ കൂട്. വളരെ മികച്ച കലാകാരൻ കൂടെയാണ് ഇവർ. മരം കൊത്തി. മരത്തിൽ കൊത്തി പൊത്തുണ്ടാക്കിയാണ് ഇവർ താമസിക്കുന്നത്. പൂച്ച. മനുഷ്യരോട് ഏറ്റവും ഇണക്കമുള്ള പൂച്ചകൾ കൂട്ടിലിരിക്കുന്നതിനേക്കാൾ നമ്മുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു.